ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയോടും അതുപോലെ നമ്മുടെ അഭിയോടും ഇരുന്ന് അച്ഛൻ സംസാരിക്കുവാണ്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായി വരുന്നതെന്ന് പഴമക്കാർ പറഞ്ഞത് ശരിയാണ്. നിന്നെയും ജാനകിയെയും കുഞ്ഞിനെയും ഈ വീട്ടിൽ നിന്നും കൈപിടിച്ച് ഇറക്കി വിട്ടപ്പോൾ ഞാൻ ചെയ്തതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് മനസ്സിലാക്കിയവനാണ് ഞാനെന്നും പറഞ്ഞു. അപ്പം നിനക്കിപ്പോൾ പറയാനൊരു ന്യായമുണ്ട്. അവരുടെ ഉള്ളിൽ അമർഷത്തെ വില കുറച്ച് കാണുക എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയും. ഇവരിപ്പോൾ ചെകുത്താനും കടലിനും നടുവിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ളതിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നും ആ അച്ഛൻ മകനോടും മരുമകളോടും പറയുക. അതിനൊരു സംശയവും ഇല്ല എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് അഭി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചെല്ല എന്നും പറഞ്ഞിട്ട് അച്ഛൻ മക്കളെ പറഞ്ഞിട്ട് ഞാനൊരൽപ്പം കിടക്കട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ മക്കൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് അങ്ങ് പോയി. ഇപ്പം അമ്മ പറഞ്ഞതുപോലെ ചെയ്ത അച്ഛാ, ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അച്ഛാന്ന് അഭി അന്നേരം അച്ഛനോട് ചോദിക്കും കേട്ടോ. ദേ, ഈ ഒരു വാള് അത് അച്ഛൻ എൻ്റെ ശിരസിൽ നിന്ന് എടുത്തേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ അച്ഛനോട് ഇങ്ങനെ പറയുക. അപ്പോഴും അച്ഛൻ ധർമ്മസങ്കടത്തിലായി. എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അച്ഛാ, സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ വേദന. അത് അച്ഛനൊന്ന് മനസ്സിലാക്കാനൊക്കെ അഭി ഇങ്ങനെ അച്ഛനോട് പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ ജാനകിയെ നോക്കി, മോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. ഞാൻ എന്താ ഇതിൽ ചെയ്യേണ്ടത്, മോളൊന്ന് പറഞ്ഞു തരാൻ പറയുമോ അച്ഛൻ ജാനകിയോട്. ഇത് കേട്ടപ്പോൾ ജാനകിക്ക് എന്ത് പറയാനാണ്. ജാനകി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തോൽവി സമ്മതിക്കാം, പക്ഷേ നിങ്ങൾ എന്നെ വിട്ടു പോകുമോ എന്ന് അച്ഛൻ ചോദിക്കുവാണ് അഭിയോടും ജാനകിയോടും. പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. നീ എനിക്ക് വാക്ക് തരണം. അങ്ങനെ ഒരു വാക്ക് നീ എനിക്ക് തന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് ഞാനും തിരിച്ചു പാലിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആധാരം മൃദു പതിപ്പിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ എന്നും ഞങ്ങൾ ഉണ്ടാവില്ല അച്ഛാന്ന് ചോദിച്ചു. വാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അഭി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അച്ഛൻ അതിന് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ തകർന്നിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം അഭി നേരെ പോകുന്ന അമ്മയ്ക്കരികിലേക്കാണ്. അമ്മയാണെങ്കിൽ എല്ലാം കഴിഞ്ഞെല്ലാം ഇതായിട്ട് ഇങ്ങനെ വന്ന് അങ്ങ് കിടക്കുക. മകൻ എന്നിട്ട് അമ്മയുടെ കാൽച്ചോട്ടിൽ ചെന്ന് അമ്മയുടെ കാലിൽ തൊട്ടു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ അഭി, നീ എന്തിനാ വന്ന് എൻ്റെ കാല് പിടിക്കുന്നതെന്ന് പുള്ളിക്കാരി ചോദിക്കുക. നിനക്ക് തരാനും മാത്രം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പുള്ളിക്കാരി പറയുക കേട്ടോ, അഭിയെ കളിയാക്കിക്കൊണ്ട്. അമ്മയ്ക്കരികിൽ വന്നിരുന്നു മകൻ. അമ്മ, നെഞ്ചു പിളർത്തുന്ന വാക്കുകൾ പറയരുതെന്ന് പറഞ്ഞു. സ്വന്തമല്ലാത്തതിനെയെല്ലാം ഒരു പരിധി കഴിവ് ആട്ടി അകറ്റുമെന്ന് പറയുന്നത് സത്യം. ഇപ്പം അഭി അവരുടെ ആരും അല്ലാത്ത രീതിയിൽ അഭി ഇങ്ങനെ സംസാരിക്കുന്നത്. അമ്മയെ ആരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും അമ്മ എന്നെ അവഗണിച്ച് കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ നിനക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരമ്മ ചെയ്യേണ്ട കടമകളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പ്രഭാവതി അഭിയോട് പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് ജാനകി പുറത്ത് നിൽക്കുക. അപ്പോൾ മക്കൾക്ക് വേണ്ടി ഒരു അമ്മ ചെയ്യുന്നതെല്ലാം തിരിച്ചു കിട്ടാത്ത കടങ്ങളാണെന്നും ഏതൊരു അമ്മയെയും പോലെ എനിക്കത് അറിയാവും. നിന്റെ കാര്യത്തിലും എനിക്ക് നിരാശയില്ല എന്ന് അമ്മ അഭിയോട് പറയുന്നതെല്ലാം ജാനകി അപ്പുറത്ത് നിന്ന് കേൾക്കുക. ഇതിൽ കൂടുതൽ ഒന്നിനും വളർത്തിയതിന് കണക്ക് പറയണം എന്ന നേരം നമ്മുടെ ജാനകി മനസ്സുകൊണ്ട് ചിന്തിക്കുക കേട്ടോ. കുട്ടികളിൽ ഒന്നിന് എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അമ്മയുടെ സ്നേഹം കൂടുതൽ പോകുന്നതേ ആ കുട്ടികളിലേക്കായിരിക്കുമെന്ന് ഈ അമ്മ പറയുന്നു. അതുതന്നെയാണ് നിന്റെ കാര്യത്തിലും ഉണ്ടായത്. നിന്നെ പ്രസവിച്ചത് ഞാനല്ലാത്തത് കൊണ്ട് നിനക്കൊരു കുറവും വന്നു കൂടരുത് എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ ചെയ്തു. മറ്റൊരമ്മയുടെ വയറ്റിൽ ജന്മം കൊണ്ടത് എൻ്റെ കുറ്റമാണോ അമ്മയെന്ന് അഭി അന്നേരം അമ്മയോട് ചോദിക്കുക. പെറ്റമ്മയുടെ മുഖം കണ്ടിരുന്നെങ്കിൽ പോലും എൻ്റെ മനസ്സിലും അമ്മയ്ക്ക് 2 മുഖമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഞാൻ കണ്ടതും അറിഞ്ഞതും ഒക്കെ അമ്മയെ മാത്രമാണെന്നുള്ള കാര്യം അഭി പുള്ളിക്കാരിയോട് പറയാം. പ്രഭയ്ക്കതൊന്നൊരു പൂസലേ അല്ല, ഒന്നും കേൾക്കാത്ത മട്ടില്ല പുള്ളിക്കാരി ഇരിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് ഒന്നും വേണ്ടമ്മേ. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത് തന്നെ ഈ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്താണെന്ന് അഭി ഇങ്ങനെ പ്രഭയോട് പറയുക. അച്ഛൻ എഴുതി വെച്ച ആധാരം അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ പിൻവലിപ്പിച്ചോളാമെന്ന് പറഞ്ഞു. ജാനകിക്ക് ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കാനേ കഴിയുന്നുള്ളൂ. അതിന് നിന്റെ അച്ഛനും കൂടെ തയ്യാറാവണ്ടേ എന്ന് പുള്ളിക്കാരി ചോദിച്ചു. ഐക്യത്തോടെ പോയ കുടുംബത്തിൽ അംഗചിത്രം ഉണ്ടാക്കിയത് ഞങ്ങളാരുമല്ല, നിന്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നൊക്കെയുള്ള വേർതിരിവ് അത് ഇനിയെങ്കിലും ഒന്ന് നിർത്തമ്മേ. അതൊന്നും വേണ്ട. അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അമ്മ അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനെ കൊണ്ട് ഈ ആധാരം ഞാൻ റദ്ദു പതിപ്പിച്ചിരിക്കും, ഉറപ്പായും പതിപ്പിക്കുമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു. ഏതായാലും അമ്മയ്ക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങാനുള്ളതാണല്ലോ സ്വത്തെല്ലാം കൂടെ മറ്റു മക്കൾ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഠിന്യം ഇച്ചിരി കൂടുന്നത് നല്ലതാണ്. ഇത്രയും അമ്മയും മോനും കൂടെ അവിടെ നിന്ന് പറയുന്നത് കേട്ട് ജാനകി അവിടെ നിന്ന് പോയി. ജാനകി അപ്പുറം പോയി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം ഇതിലും വലിയൊരു ആശ്വാസം എനിക്കിനി വേറെ കിട്ടാനില്ല എന്ന് അഭി. അച്ഛൻ എൻ്റെ തലയിൽ എടുത്തു വെച്ച ഭാരം അത് ഇറക്കി വയ്ക്കാൻ പോവുകയാണെന്ന് അഭി ജാനകിയോട് പറയുമ്പം അഭിയേട്ടൻ ആരെ പേടിച്ച് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ജാനകി ചോദിച്ചു. സത്യത്തിൽ അച്ഛനെ ഇഞ്ചിഞ്ചായി നീറ്റിക്കൊല്ലുന്നതേ അമ്മയോ മറ്റു മക്കളോ ഒന്നും അല്ല, അഭിയേട്ടൻ തന്നെയാണെന്ന് ജാനകി
അഭിയോട് പറഞ്ഞു. അപ്പോൾ ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം വിളിച്ചു വിട്ടു അഭി. അച്ഛന് കരുത്തായി നിൽക്കുന്നതിന് പകരം അച്ഛനെ കൂടുതൽ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അഭിയേട്ടൻ ഇതുവരെ ശ്രമിച്ചത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടല്ലോ സ്വത്ത്, നമുക്കത് വേണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ അണുവേടെ തെറ്റിപ്പോകാത്ത ഒരാളാണ് അച്ഛൻ. എന്നെങ്കിലും ഒരു ദിവസം അഭിയേട്ടൻ ആരാണെന്നുള്ള സത്യം മറ്റു മക്കൾ അറിയുമെന്ന് അച്ഛന് കൃത്യമായി അറിയാമായിരുന്നു. അച്ഛൻ പ്രതീക്ഷിച്ചത് മുത്തശ്ശി വഴി ആ സത്യം പുറത്തു പോകുമെന്നുള്ളതാണെന്ന കാര്യവും ജാനകി അഭിയോട് പറയാം. പക്ഷേ സംഭവിച്ചു കുറച്ച് തിരിഞ്ഞുപോയി. അന്ന് ഏട്ടാ എന്ന് വിളിച്ചവരെ അന്യരെ പോലെ മുഖം തിരിക്കുമെന്ന് അച്ഛൻ്റെ കണക്കുകൂട്ടലുകളാണ് കൃത്യമായി സത്യമായത്. മക്കൾ വളർന്നാൽ അമ്മമാരും മക്കൾക്കൊപ്പമേ നിൽക്കൂ എന്ന് അച്ഛൻ പറഞ്ഞത് എത്ര സത്യമായെന്ന് ചോദിച്ചു. അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അച്ഛന് വാക്ക് കൊടുത്തെങ്കിലും ആധാരം റദ്ദു പതിപ്പിച്ച ഇനിയും ഈ വീടിൻ്റെ പടി ഇറങ്ങാതെ ഈ വീട്ടിൽ തുടരാൻ കഴിയുമെന്ന് അഭിയേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സമ്പാദ്യം വേണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അത് വേണ്ടെന്ന് തന്നെ എൻ്റെ ഒരു തീരുമാനമെന്ന് അഭി ജാനകിയോട് പറയാം. ഞാനത് ചെയ്താൽ ശരിയാവില്ല ജാനകി. അറിഞ്ഞുകൊണ്ട് അമ്മ എന്നെ സ്വന്തം മകനായല്ലേ ഇത്രയും കാലം വളർത്തിയതെന്ന് ചോദിച്ചു. ഒരു വിവേചനവും ഇന്നുവരെ അമ്മ കാണിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അഭി അമ്മയുടെ പക്ഷം നിന്ന് സംസാരിക്കാം. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കത് പാലിക്കും ജാനകി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ജാനകി അവിടെ നിന്ന് പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നിരഞ്ജനയും അജയും കൂടെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് അപർണയും അമലും കൂടെ അങ്ങോട്ടേക്ക് വരുക. അപ്പോൾ എന്താ അജയേട്ടാ ഇത്? ഈ വീട്ടിലെ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് അജയേട്ടൻ്റെ തീരുമാനമെങ്കിൽ എന്നെ അതിന് പ്രതീക്ഷിക്കേണ്ടെന്ന് അമൽ ഇവരോട് പറയട്ടോ. അപ്പോൾ അമൽ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളതെന്ന് നിരഞ്ജനയും പറഞ്ഞു. ഒരു വീട്ടിലിങ്ങനെ മാറി നിന്നുകൊണ്ടുള്ള ഡിസ്കഷനൊക്കെ പരമ ബോറാണെന്നും പറയുന്നു. അപ്പോൾ മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ വെച്ചിട്ടാണ് നമുക്കൊരു നിലപാടിൽ എത്താമെന്ന് ഞാൻ കണ്ടെത്തിയതെന്ന് അപർണ പറയാൻ നേരം അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് വിവരമാണ് നീ അറിഞ്ഞതെന്ന് ചോദിച്ചേ. അഭിയേട്ടനെയും ഏട്ടത്തെയും പുറത്താക്കാനുള്ള പദ്ധതിയൊക്കെ ആയിട്ടാണ് നീ വന്നതെങ്കിലേ പിന്നെ ഈ വീട്ടിൽ ഞാനുണ്ടാകില്ല എന്ന് അവൽ അപർണയോട് പറഞ്ഞു. അത് ശരിയാ. ശ്രീരാമചന്ദ്രൻ വീട് വിട്ടു പോയ അമ്പും വില്ലും എടുത്ത് ലക്ഷ്മണകുമാരനും കൂടെ പോയല്ലേ പറ്റുമെന്ന് പറഞ്ഞു. ദേ ഇന്നിപ്പോൾ അമ്മയുടെ മുന്നിൽ ചെന്ന് ഏട്ടൻ സത്യം ചെയ്തെന്നാണ് മുത്തശ്ശി പറഞ്ഞതെന്ന് അജയ് പറഞ്ഞപ്പം കഷ്ടം. ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ ആരെങ്കിലും വേദനിപ്പിക്കോ? പുത്രവാത്സല്യം കൂടി അച്ഛനായിട്ട് മകനും വേദനിപ്പിച്ചല്ലേ നമ്മളെന്ത് പഴിച്ചു എന്ന് അപർണ നിരഞ്ജനോട് ചോദിച്ചു. അന്നേരം അച്ഛൻ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കാതിരുന്നെങ്കിൽ ആരെങ്കിലും മൂടി വെച്ചിരുന്ന രഹസ്യത്തെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അഭിയേട്ടൻ തന്നെ അത് സമ്മതിച്ചാൽ പോരല്ലോ. ജാനിയടുത്ത് കൂടി അച്ഛനോട് സമ്മതം പറയണമെന്നുള്ള കാര്യം അന്നേരം നമ്മുടെ അമൽ പറയാം. അത് കേട്ടപ്പോൾ ഇവൾക്കത് ദഹിച്ചില്ല. അപർണയ്ക്ക് റദ്ദ് പതിപ്പിക്കാൻ അച്ഛൻ അധികാരം ഉണ്ടെങ്കിലും അച്ഛൻ്റെ മുന്നിൽ ചെന്ന് ഞങ്ങൾ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ജാനിയടുത്ത് ചോദിച്ചാൽ അച്ഛൻ അതിന് തയ്യാറാവില്ലെന്ന് 100% ഉറപ്പാണെന്ന് അമല് പറഞ്ഞു. ഇനി ജാനിയടുത്ത് വേണമെന്നില്ല, ഞാൻ മതി അങ്ങനെ ഒന്ന് ചെയ്യാനെന്ന് നമ്മുടെ അമല് പറയുക. എല്ലാത്തിനെയും തൂത്തുവാരി എറിയുവാണ് നമ്മുടെ അമല്. നീ അങ്ങനെ ചെയ്ത എൻ്റെ തനി സ്വഭാവം നീ കാണുമെന്ന് പറഞ്ഞു അജയ് അന്നേരം അമലിനെ പേടിപ്പിക്കുന്നു. അപർണ പറഞ്ഞതുപോലെ ദേ നിനക്കും അവളുടെ കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അമലിനെ പേടിപ്പിക്കുക. എന്നെ അങ്ങനെ പേടിപ്പിക്കരുത്, പോകാൻ എനിക്കൊരു മടിയില്ലെന്ന് അമലും പറഞ്ഞു. ഈ വീട്ടിലെ സമാധാനാന്തരീക്ഷമല്ലേ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ നടക്കണം. എന്തായാലും നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയാണ് നിനക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അയാളുടെ കാര്യവും ആ അഭിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കോടികളുടെ ഒരു മുതൽ അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടതേ അടിച്ച ലോട്ടറി പങ്കുവെച്ചെടുക്കുക എന്നുള്ളതാണെന്നും അജയ് പറയണം. അജയേട്ടൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ എസ്റ്റേറ്റും റിസോർട്ടും വിൽക്കണമെന്നും പിന്നെ നമ്മളെല്ലാവരും ഓരോരോ കുടുംബങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ടാകും. എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ള ഒരു ആലോചനയിലാണ് ഞാനെന്ന കാര്യം അന്നേരം നമ്മുടെ അജയ് പറയാം. ഇത് നിരഞ്ജന കേട്ട് ഞെട്ടി നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടി വിറ്റ് അഭേടനടക്കമുള്ള 4 മക്കൾക്ക് അത് അച്ഛൻ വീതം വെച്ച് തരണം എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതാണ് അജയുടെ മനസ്സിലിരിപ്പ്. മക്കൾക്ക് വീതം വെച്ച് കൊടുക്കാനാണെങ്കിൽ ഞാനെന്തിനാ പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് അപർണ അന്നേരം മനസ്സിൽ ചിന്തിക്കുക. അപർണ എന്താ ആലോചിക്കുന്നതെന്ന് അജയ് അന്നേരം ചോദിച്ചു. എസ്റ്റേറ്റ് വിറ്റ് അച്ഛൻ അവകാശം വെച്ച മരുമകൾക്ക് ഒരു ഷെയർ കൊടുക്കില്ലേ എന്ന് അപർണ ചോദിക്കുക. അതായത് ജാനകിയടുത്തേക്കും കൂടെ കൊടുക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടുതൽ അങ്ങോട്ടല്ലേ പോവുക. അപ്പോൾ അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അത് പറ്റില്ല എന്ന് നമ്മൾ ശക്തിയായി തന്നെ വാദിക്കണമെന്ന് അജയ് അന്നേരം പറഞ്ഞു. അപർണ പിന്നെ എന്നും പറഞ്ഞ് അപർണ ഇങ്ങനെ അവിടെ നിൽക്കുക. ഒരു മരുമകളെ പങ്കാളിയാക്കിയ നിങ്ങൾ 2 പേർക്കും മരുമകനായ ശരണിനും പങ്കുവെക്കേണ്ടി വരില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് അപർണ. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ഷെയറിൻ്റെ തുക അത് കുറഞ്ഞു വരുമെന്ന് പറഞ്ഞു. സ്വത്ത് വിറ്റ് വീതം വയ്ക്കാനാണ് തീരുമാനമെങ്കിൽ
എനിക്ക് നിങ്ങളുടെ ഷെയർ ഒന്നും വേണ്ടെന്നും പക്ഷെ ജാനി അടുത്തേക്ക് കൊടുക്കണമെന്നും നിരഞ്ജന പറയാം. അപ്പം ഞാനും അത് തന്നെ പറയുമെന്നും പൊന്നുമോള് മൈനർ ആയതുകൊണ്ട് അവൾക്കുള്ള ഷെയർ അവളുടെ ഭാവിക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നും നമ്മുടെ അമൽ പറഞ്ഞു. അപ്പോൾ 9 ഷെയർ ആയതല്ലേ എന്ന് അപർണ ചോദിക്കാം. അത് നടക്കുന്ന കാര്യമല്ലെന്ന് അജയ്. അങ്ങനെ എന്തെങ്കിലും കൈവിട്ട് പോയാൽ അങ്ങനെ കൈവിട്ട് പോകാതെ വിജയ് വിൽക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അജയ്ക്ക് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായെന്ന് അപർണ പറഞ്ഞപ്പോൾ അത് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു അജയ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ എന്ന് ചോദിച്ചു. മറ്റ് സ്വത്തുക്കൾ പോലെ ആ എസ്റ്റേറ്റും റിസോർട്ടും അച്ഛൻ്റെ പേരിൽ തന്നെ കിടക്കട്ടെ എന്ന് അപർണ പറയാം. അപ്പോൾ ഷെയർ ചെയ്യാനുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്കത് തന്നെ അത് കിട്ടുകയും ചെയ്യും. ഈ ഒരു ആവശ്യവുമായി ഞാനോ അമലോ അച്ഛനെ സമീപിക്കില്ല എന്ന് അപർണ പറയാം. അപ്പം അത് കേട്ടപ്പോൾ അജയ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോയി. ഏതായാലും അജയും അപർണയും തമ്മിൽ ഒന്നും ഉരസി ശരിക്കും പറഞ്ഞു. ആ സമയത്ത് നീ ഒന്നും മനസ്സിൽ കാണാതെ അല്ല ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയാമെന്ന് അമൽ പറയുമ്പോൾ എന്നാൽ ശരി വിറ്റേക്കാം, എനിക്കും കിട്ടുമല്ലോ പൊന്നു ഉൾപ്പെടെ 9 ഷെയറിൽ 1 അല്ലേ അമൽ എന്ന് കളിയാക്കുമ്പോൾ പൊടി എന്ന് പറഞ്ഞുകൊണ്ട് അമൽ അവിടെ നിന്ന് പോയി. അപ്പോൾ ദേ ഞാൻ ഈ ചെയ്തു കൂട്ടുന്നത് ഒരു ഷെയർ പോലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും മുഴുവൻ തനിക്ക് വിഴുങ്ങാനാണെന്നും അവിടെ ഇരുന്ന് ഇങ്ങനെ ആശാത്തി ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സൂര്യ അങ്ങനെ ഇരിക്കുമ്പോൾ വക്കീൽ വിളിപ്പിച്ചു. അപ്പോൾ എന്തിനാ സാർ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് ചോദിച്ചു. താൻ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നേരം സൂര്യ പറയാം. എന്തായാലും താൻ വന്നത് നന്നായെന്ന് പറഞ്ഞു. ഞാൻ കോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് സാറിൻ്റെ 2ാമത്തെ കോള് വന്നത്. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല, വണ്ടി നേരെ ഇങ്ങോട്ട് തിരിക്കുകയായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു കേട്ടോ. എന്തോ വലിയ ഗൗരവമുള്ള വിഷയമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനാരായണൻ മുട്ടുമടക്കുകയാണെടോ എന്ന് ഇദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചെഴുതാൻ പോവുകയാണെന്ന്. അപ്പോൾ റദ്ദു പതിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നോട് ഞാൻ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകി അവിടെ നിന്ന് ഇത് കേൾക്കുക. അബിക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. വക്കീൽ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ജാനകിയും ഏതു കൊടുങ്കാറ്റിനും അധിക സമയം വീശാൻ കഴിയില്ലെന്നും കുറേ നഷ്ടങ്ങൾ വരുത്തിയത് കെട്ടടങ്ങിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം. അപ്പോൾ ജാനകിയെ നോക്കുക നമ്മുടെ വക്കീലിനും ആകെ ടെൻഷനായി. ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഞാൻ കാത്തിരുന്നതും ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടായിരുന്നു എന്നും അതൊന്നും നടക്കാൻ പോണില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ ആ പ്രതീക്ഷയൊക്കെ നശിച്ചു പോയിടോന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കാണണമെന്ന് ചോദിച്ചു. ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഞാനും എൻ്റെ പാതി ഉടലായിട്ടുള്ള ഭാര്യയായിട്ടാടുമെന്ന് ഇദ്ദേഹം പറയുവാണേ. അപ്പോൾ അതുതന്നെയാണ് കാരണമെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ടിരിക്കും. എത്രയും പെട്ടെന്ന് ഇത് റദ്ദ് വരുത്തണം എന്ന് പറഞ്ഞു. ഒരു പുനർചിന്ത സൂര്യസാറിന് ഉണ്ടാകണമെന്ന് അന്നേരം വക്കീൽ പറയാം. ഈ ആധാരം റദ്ദു ചെയ്യുന്നത് കൊണ്ട് ഈ കുടുംബത്തിലെ പ്രശ്നം തീർന്നു കിട്ടുമോ എന്ന് വക്കീൽ നമ്മുടെ സൂര്യയോട് അന്നേരം ചോദിച്ചു. അപ്പോൾ ജാനകി അതിങ്ങനെ കേട്ട് ഇങ്ങനെതായിട്ട് നിൽക്കുക. അഭി ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാതിരുന്നെങ്കിൽ ഒരു പരിധി വരെ മക്കൾക്കിടയിൽ വീണ ഈ ഒരു വിള്ളൽ അത് സാറിന് തടയാമായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും സാറിനെ കൊണ്ട് അത് കഴിയില്ല എന്ന് അദ്ദേഹം പറയാം. ഇപ്പോഴത്തെ സാഹചര്യം അത് മൊത്തത്തിൽ മാറിപ്പോയി. ഈ കുടുംബത്തിലെ പലർക്കും അഭി അന്യനായി കഴിഞ്ഞു എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വക്കീൽ പറയുന്ന സത്യം പോലും മനസ്സിലാക്കാൻ അഭിയേട്ടന് കഴിയുന്നില്ലല്ലോ എന്ന് ജാനകി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ ഈ തീരുമാനം അത് കീഴടങ്ങലാണെന്നാണ്. സ്വന്തം മകനെ തിരസ്കരിക്കാൻ സാറ് തയ്യാറാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് വക്കീൽ ചോദിക്കുക. ആ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആകെ നിസ്സഹായനായിട്ടിരിക്കുക കേട്ടോ. ഈ സമയം സക്കീർ ഭായ് എഴുതാപ്പുറം വായിക്കരുതെന്ന് അഭി പറയുമ്പോൾ എന്തിനാ അഭി ഉടഞ്ഞ കണ്ണാടിയിൽ നോക്കി പ്രതിരൂപം കാണാൻ ശ്രമിക്കുന്നത്? ഒരു മുഖമല്ല, ഓരോരുത്തരുടെയും മുഖത്ത് ഇനി അഭി കാണാൻ പോകുന്നത് ഒരു മുഖമായിരിക്കില്ല, പല മുഖങ്ങളായിരിക്കും എന്നുള്ള കാര്യം പറയുക കേട്ടോ. ജാനകിക്കും ഇതേ അഭിപ്രായം തന്നെയാണോ എന്ന് വക്കീൽ ചോദിച്ചപ്പം കണ്ടും കേട്ടും നിൽക്കുന്നതിലും കവിഞ്ഞ് എനിക്ക് ശബ്ദമില്ലെന്ന് സക്കീർ ഭായിക്ക് അറിയില്ലെന്ന് ജാനകി എന്തിനും ചോദിച്ചു. കുറച്ച് സ്വത്തെഴുതി വെച്ചതല്ലേ സാറേ ഞാനിവിടെ കണ്ട ഒരു വിഷയം. അഭി സാറിൻ്റെ വൈഫ് ഉൾപ്പെടെ പലർക്കും അന്യനായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സാറ് വൈഫിനും അതുപോലെ കുട്ടികൾക്കും കീഴടങ്ങിക്കഴിഞ്ഞ് ഈ ആധാരം റദ്ദ് ചെയ്താൽ അഭി വലിയൊരു സീറോയായി തീരുമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് ഇങ്ങനെ അഭി വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ജാനകി അഭിയുടെ മാനസികാവസ്ഥ മറ്റൊന്നാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. തനിക്ക് ഈ കുടുംബത്തിൽ നിന്നും ഒന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എന്നുള്ളതും എനിക്കറിയാം. ഈ മനോഭാവവുമായി അഭി മുന്നോട്ട് പോയാൽ മടക്കി കിട്ടും എന്ന് കരുതുന്ന സ്നേഹം അതൊരിക്കലും അഭിക്ക് കിട്ടാൻ പോകുന്നില്ല. പകരം കൂടുതൽ അവഗണന മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ എന്ന കാര്യം വക്കീൽ ഓർമ്മപ്പെടുത്തുവാണ്. അതൊക്കെ ജാനകിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അഭി മനസ്സിലാക്കുന്നില്ല. അച്ഛൻ ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാം. സാറ് ആധാരം റദ്ദ് ചെയ്യാതിരുന്നാൽ ഉള്ളുകൊണ്ട് ആരംഗീകരിച്ചില്ലെങ്കിലും സാറിൻ്റെ മൂത്ത മകനായ അഭിക്ക് ഈ കുടുംബത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാകുമെന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു കൊടുക്കുക.
ഈ കുടുംബം എന്നും ഈ രീതിയിലെങ്കിലും മുന്നോട്ട് പോകും, അതെനിക്ക് ഉറപ്പാണെന്നുള്ള കാര്യം പറഞ്ഞു. ഈ ആധാരം റദ്ദ് ചെയ്യുന്നതോടെ അളകാപുരിയിൽ നിന്ന് അബിയുടെ വാതിലാ പുറത്തേക്ക് പോകുന്നത്. പിന്നെ അതൊരു കാഴ്ചക്കാരനായിട്ട് സൂര്യസാറിന് നോക്കി നിൽക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ A to Z പറഞ്ഞു കൊടുത്തു. എനിക്കിനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഓർത്തൊരു സമാധാനക്കേടുണ്ട്, എല്ലാം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട് സക്കീറ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അന്നേരം വക്കീലിനോട് പറഞ്ഞു. പക്ഷേ കോടതി വരാന്ത കയറി ഇറങ്ങാൻ അവൾ തയ്യാറാകുന്നു, ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുക്കാൻ അവൾ തയ്യാറാകുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സൂര്യ അന്നേരത്തേനും വക്കീലിനോട് ചോദിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിസ്സഹായത എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ വക്കീലുമായിട്ട് ഷെയർ ചെയ്യുവാണ്. വക്കീലിനും ആ ഒരു കാര്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.